എനിക്ക് കൊറേ എന്തൊക്കെയോ തുണി പൊക്കി കാണിക്കണു അല്ലാതെ കാണിക്കണോന്നൊക്കെ. അത് എന്റെ ഇഷ്ടമല്ലേടാ ചങ്ങായിമാരെ, അതൊക്കെ എന്റെ ഇഷ്ടല്ലേ. പിന്നെ എന്റെ ഉമ്മാനെ പെരണ്ടല്ലി പറഞ്ഞു, ഉമ്മാനെ പല്ലേ. ഉമ്മാന്റെ സ്വഭാവം നന്നെങ്കിൽ ആരും പറയില്ല. പേരക്കുട്ടികൾക്ക് തുണി പൊക്കി കാണിക്കണം ഉമ്മാനെ എനിക്ക്. ഒരു സമയത്ത് ഭർത്താവ് മരണപ്പെട്ട ഈ സ്ത്രീക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ടല്ലേ. ആ സമയത്ത് ഈ സ്ത്രീയുടെ വാക്കുകൾ കേട്ടാൽ ഏതൊരു മനുഷ്യൻ്റെയും നെഞ്ചൊന്ന് പിടയും. ആ നിലയിലായിരുന്നു വളരെ താഴ്മയോട് കൂടിയുള്ള സംസാരങ്ങളല്ലേ. പക്ഷേ ഇപ്പോൾ ഈ സ്ത്രീയുടെ സംസാരം കേട്ടാൽ ഏതൊരാളും അറപ്പ് തോന്നുന്ന നിലയിലാണ് ഓരോ സംസാരങ്ങളും. സ്വന്തം കുടുംബത്തെ, മാതാപിതാക്കളെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള സംസാരങ്ങളല്ലേ. ആ സഹായിച്ചവർ പോലും ഇന്ന് മനസ്സുകൊണ്ട് പറയുന്നുണ്ടാവും, ഈ സ്ത്രീയെയാണോ ഞാൻ സഹായിച്ചതെന്നല്ലേ. കുറച്ച് ഭാഗങ്ങളൊന്ന് കേട്ടു നോക്കാം. വരെ ചെയ്യണ്ട, അത്ര വക്കാലത്ത് അത്രയ്ക്ക് പൊള്ളിയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ആരവന്മാരാണോ ആർക്കാണോ വേണ്ടത് കൊണ്ടുപോയി നോക്കുക. ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളുടെ അത്താനെ ആട്ടിവിട്ട് പ്രാന്തന്മാരനെ പോലെ നടക്കുന്നുണ്ട്. അപ്പൊ അത് അള്ളനും ഞങ്ങൾക്ക് ആവശ്യമില്ല, പിന്നെ എനിക്ക് ആവശ്യമില്ല. പിന്നെ പൊള്ളണവർക്ക് പൊള്ളിയിട്ട് അവിടെ നിൽക്കുക. 10 മാസം നൊന്ത് പ്രസവിച്ച ഉമ്മയാണ് പറയുന്നത്. ആ തള്ളയെ, അതും വളരെ മോശമായ രീതിയിൽ വിളിക്കുന്നത്. തള്ളാന്നൊക്കെ വിളിക്കുമ്പോൾ ആ തള്ളയെ ഞങ്ങൾക്ക് വേണ്ട, ആരെങ്കിലും വേണേ കൊണ്ടുപോയിക്കോന്ന് നൊന്ത് പ്രസവിച്ച ഉമ്മയാണ് പറയുന്നത്. ഇതൊക്കെ ഒരു മകളാണോ? പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാല് അടിച്ചിറക്കി വിട്ടു. ആരിറക്കി വിടിച്ചു? തള്ളന്റെ വീട് തള്ളക്ക് എപ്പോഴാണെങ്കിലും വരാ പോവാ. ആരും തള്ള വരാത്തത് എന്റെ മുഖത്ത് നോക്കാൻ പറ്റാത്തത് എന്റെ മക്കളുടെ മുഖത്ത് നോക്കാൻ എന്താ ഈ കുട്ടീനെയാണ് വെട്ടാൻ നിന്നത്. ഇവന്റെ ഒക്കെ മുഖത്ത് നോക്കണ്ടേ പറഞ്ഞിട്ടാണ്. അനിയത്തിനോട് സുഖമായിട്ട് ജീവിക്കണ്ടല്ലോ. അനിയത്തിന്റെ മക്കളും അനിയത്തിയും എല്ലാവരും കള്ളന്മാരും എന്റെ പൈസയും വാങ്ങിയിട്ട് പിന്നെ പൊള്ളണ അവളുമാരും അവന്മാരും ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ നോക്കുക. എനിക്ക് ആവശ്യമില്ല. ഞാൻ 2 കൊല്ലം നല്ല അന്തസ്സായിട്ട് നോക്കിയിട്ടുണ്ട്. ആ 2 കൊല്ലം നല്ല അന്തസ്സായിട്ട് ഇവിടെ തിന്നിട്ട് എല്ലിന്റെ ഉള്ളിൽ കയറിയിട്ട് എന്നെ എന്റെ മക്കളെ കാണിച്ചതാണ്. അതിന് എനിക്ക് ആവശ്യമില്ല. എന്റെ അനിയത്തിമാരെ എനിക്ക് ആവശ്യമില്ല. എന്റെ ഉമ്മാനെ ആവശ്യമില്ല എന്ന് തന്നെ പറയുള്ളൂ. എനിക്ക് 10-15 കൊല്ലമായിട്ട് ഞങ്ങൾക്ക് ഉപകാരമില്ലാത്ത ജന്തുക്കളാണ്. തിന്നാനും ഞങ്ങളുടെ കാശ് വാങ്ങി എന്റെ ഇക്കാന്റെ കാശ് വാങ്ങി മുടിപ്പിക്കാനുണ്ടായ ജന്മങ്ങളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യം. സ്വന്തം ഉമ്മയെ നോക്കിയതിന് കണക്ക് പറയുന്ന മകളില്ലേ. നിന്നെയൊക്കെ ചെറുപ്പത്തില് നിന്റെ എന്താ പറയാ മലമൂത്ര വിസർജനമൊക്കെ വാരിയെടുത്ത് കണക്ക് പറഞ്ഞിട്ടാണോ, ആ ഉമ്മയെന്ന് കൂലി പ്രതീക്ഷിച്ചിട്ടാണോ നിന്നെയൊക്കെ വളർത്തിയത്? നിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, നിനക്ക് ഡ്രസ്സ് പഠിക്കുന്ന സമയത്ത്, സുഖമില്ലാത്ത സമയത്തൊക്കെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നിന്റെ അടുത്ത് പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടാണോ ആ ഉമ്മ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്? ഇപ്പോൾ നീ പറഞ്ഞില്ല, കുറച്ച് കാലമൊക്കെ തിന്ന് കൊഴുത്ത് എത്ര മോശമായ രീതിയിലാണ് സ്വന്തം ഉമ്മയൊക്കെ പറയുന്നത് അല്ലേ. നീയൊക്കെ ഒരു സ്ത്രീയാണോ, അല്ലെങ്കിൽ നീയൊക്കെ ഒരു മകളാണോ? നിനക്കും വളരുന്നുണ്ട് ആൺകുട്ടികളില്ലേ നിനക്കൊക്കെ. ആ ആൺകുട്ടികളൊക്കെ വലുതാകുമ്പോൾ ഇതേ അവസ്ഥയിലായിരിക്കും നിന്നെയും പറയുന്നത്. കാരണം നമ്മൾ നമ്മുടെ ഉമ്മമാരെ എന്താണോ പറയുന്നത് അത് തന്നെയായിരിക്കും നമ്മുടെ മക്കളിൽ നിന്ന് നമ്മൾക്ക് കിട്ടുക. അതൊന്ന് ആലോചിച്ചാൽ നന്ന്. പിന്നെ ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ നിനക്ക് ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. എത്രയോ ആളുകൾ, ഒരുപാട് പാവങ്ങൾ, ചിലപ്പോൾ പൈസ ഇല്ലാത്തവരായിരിക്കാം, ഉള്ളവരായിരിക്കാം. നിന്റെ വീഡിയോ കണ്ടിട്ട്, നിന്റെ സംസാരം, നിന്റെ താഴ്മയോടുള്ള സംസാരങ്ങളൊക്കെ കണ്ടിട്ട്, ആ മക്കളെയൊക്കെ കണ്ടിട്ട് ഒരു സഹതാപം തോന്നിയിട്ടുണ്ട്. ഭർത്താവില്ല, 5 മക്കളുണ്ട്, ഭർത്താവില്ല എന്നൊക്കെയുള്ള ആ സഹതാപം തോന്നിയിട്ട് ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. ആ പൈസയാണ്, അല്ല നീ അധ്വാനിച്ച പൈസയൊന്നല്ല. എന്നിട്ട് നീ കണക്ക് പറയുന്നുണ്ടല്ലോ. തിന്ന് കൊഴുത്തിട്ട് ആ തള്ള എന്താ പറയാ, ഞാൻ പറയുന്നില്ല. അത്രയും മോശമായി പറയണമെങ്കിൽ നീ സ്വയം ഒന്ന് ആലോചിക്കുക. നീ ഒരു മനുഷ്യനാണോ എന്ന് നീ ആലോചിച്ച് നോക്ക്. ഇത്രത്തോളം പറയുന്നുണ്ടെങ്കിൽ. വീട് എന്ന് പറയുന്നത് തള്ളന്റെ മാത്രം സ്വത്ത് മുതലൊന്നല്ല, എന്റെ അത്താന്റെ കൂടി പേർക്കുള്ള മുതലാണ്. ഇത് രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്റെ അത്തയും കൂടി പൈസ കൊടുത്തിട്ടുള്ള മുതലാണ്. അതുകൊണ്ട് ഈ വീട് എനിക്ക് എന്റെ മക്കൾക്കും അവകാശം. ഞാനാണ് ഫസ്റ്റ് ആ തള്ളനെ ഉമ്മാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അവകാശം കഴിഞ്ഞിട്ടേ ആ തള്ളക്ക് അവകാശം, ഈ പറയുന്ന 2 താഴെയുള്ളവർമാർക്ക് അവകാശമുള്ളൂ. ഞങ്ങൾ വീട് വെക്കുന്നവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും. അതുകൊണ്ട് വാടകയ്ക്ക് വീടുണ്ട് പറഞ്ഞിട്ട് ഒരുത്തനെ ഞങ്ങൾക്ക് വിളിക്കണ്ട, ഞങ്ങൾക്ക് ആവശ്യമില്ല. പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, ഉമ്മാനെ പുറന്തണ്ണി ഉമ്മാനെ ഇതാക്കി പറഞ്ഞോളൂ നേരാവില്ല. ആണോ? നേരാവണ്ടേ? ഞാൻ എന്റെ മക്കൾ അന്തസ്സായി ജീവിക്കണ്ടേ. പിന്നെ ഉമ്മാനെ നോക്കിയില്ല, ഉമ്മാനെ നോക്കാത്തവള്. എന്റെ കെട്ടിയോ മരിച്ചിട്ടേ 2 കൊല്ലം ഇതിന്റെ ഉള്ളില് നക്കിയിട്ട് തുപ്പാ വഴിയില്ലാണ്ടിരുന്ന സമയത്ത് ഈ പറയുന്ന തള്ളന്റെ മക്കളൊന്നും അല്ല എനിക്ക് കൊണ്ടു തന്നിരിക്കുന്നത്. എന്റെ ഫ്രണ്ട്സുകളെ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അന്നും ഇന്നും എന്റെ ഇക്ക മരിക്കുമ്പോഴും ഇന്നും എന്റെ ഫ്രണ്ട്സുകളാണ് ഇപ്പോഴും എന്റെ കൂടെ നിൽക്കുന്നത്. എന്റെ ഫ്രണ്ട്സുകൾ എന്നെ തന്നത്. പിന്നെ എന്നെ കെട്ടിയിട്ട് കൊണ്ടേ നോക്കി ഞാൻ വയ്യാണ്ടിരിക്കുമ്പോൾ കൊണ്ടേ നോക്കി എന്റെ അക്കൗണ്ടിൽ 40,000 50,000 കാശുള്ളതുകൊണ്ട് മാത്രം. നീ പറഞ്ഞത് സത്യമാണ്. ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടായിരുന്നു എന്നെ സഹായിക്കാൻ. പക്ഷെ ഇപ്പൊ ഇല്ല കേട്ടോ. ആ സമയത്ത് ഉണ്ടായിരുന്നു. ആ സമയത്ത് നീ അങ്ങനെയായിരുന്നു ജീവിച്ചു പോകുന്നത്. പക്ഷെ ഈ സമയത്ത് ഇപ്പോ നീ അങ്ങനെയല്ല ജീവിക്കുന്നത്. പക്ഷെ ഇപ്പൊ എവിടെ നിനക്ക് ഫ്രണ്ട്സ് പറയാൻ എളുപ്പമാണ്. പക്ഷെ
ആരാണ് നിന്നെ സഹായിക്കുക? ഈ രീതിയിൽ സംസാരിക്കുന്ന ഒരു സ്ത്രീയെ സഹായിക്കുന്ന ആരാണ്? ഒരു മനുഷ്യനായ ഒരു വ്യക്തിക്ക് കഴിയില്ല കേട്ടോ. കാരണം നമ്മൾക്ക് തന്നെ അത്ഭുതമായിട്ട് തോന്നുന്നു. നിന്റെ ആദ്യമുള്ള വീഡിയോകളൊക്കെ കണ്ടിട്ട് ഈ സമയത്ത് ഇങ്ങനെയുള്ള വീഡിയോ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അത്ഭുതമായിട്ട് തോന്നുകയാണ്, ആ സ്ത്രീ തന്നെയാണോ ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്. പക്ഷെ അഹങ്കാരം അതൊന്നിനും നല്ലതല്ല കേട്ടോ. നമ്മൾ എത്ര വലിയ അഹങ്കരിച്ചാലും എത്ര വലിയ സ്വത്തുണ്ടായിട്ടും കാര്യമില്ല. ഒന്ന് സുഖമില്ലാതെ ഒന്ന് വീണ് കടന്ന നിന്നെ ചിലപ്പം കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ വരുന്നത് ഇപ്പോൾ നീ തള്ളി പറഞ്ഞവരായിരിക്കും. അത് മറക്കണ്ട കേട്ടോ. അഹങ്കാരം അത് അത്രങ്ങ് ഉയരത്തിലെത്തില്ല കേട്ടോ. അത് അഹങ്കാരം എന്നത് ചിലപ്പോൾ ഒന്ന് അഹങ്കരിച്ച് മുകളിലേക്ക് പോകാം, പക്ഷെ അത്ര ഉയരത്തിലെത്തില്ല. ഒന്ന് വീണാൽ പിന്നെ ഒന്ന് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ആലോചിച്ചാൽ നിനക്ക് നല്ലത്.